ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് വളരെ സുപരിതമായൊരു വേദഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാം. ജോൺ ചാപ്റ്റർ 8:12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. എല്ലാവർക്കും കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഈ വായിക്കുന്നത്? കേൾക്കാം. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ചു കേട്ട ഭാഗം ഇങ്ങനെയാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു പറയുകയാണ്, ഞാൻ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എന്നെ അനുഗമിക്കുന്നവൻ, ഹൂ ഫോളോസ് മീ, അവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചവനുള്ളതായി മാറും. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മയോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ഫോളോ ക്രൈസ്റ്റ്, ഫോളോ ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ അനുഗമിക്കുക, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക. കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ വെളിച്ചമായതുകൊണ്ട് അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കുകയില്ല, അവൻ വെളിച്ചത്തിന്റെ സമൃദ്ധിയിലേക്ക് നയിക്കപ്പെടും. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ ഇന്ന് പകൽ ഈ വചനത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ദൈവം സകലത്തിന്റെയും ഉടയവനായതുകൊണ്ട്, നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ട്, ആമേൻ, നിങ്ങൾ കടഭാരത്തിൽ ഞെരുങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സകല സമ്പന്നതയുടെ ഉടമയായ കർത്താവ് പറയുന്നു, ഞാൻ സകലത്തിലും സമ്പന്നനാകയാൽ ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ട് ഞാൻ കടഭാരമുള്ളവനായി ജീവിക്കുകയില്ല, ഞാൻ സമൃദ്ധിയിലേക്ക് വരും. നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനായ യഹോവയായതുകൊണ്ട്, കർത്താവ് സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നത് കൊണ്ട് അനുഗമിക്കുന്നവൻ വിളിച്ചു പറയണം, എന്നെ സകല രോഗങ്ങളിൽ നിന്നും എൻ്റെ കർത്താവ് സൗഖ്യമാക്കും. സ്തോത്രം. ജീവിതത്തിൽ നിന്ദകളും പരിഹാസങ്ങളും ഇവിടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ, ക്രൂശിൽ അവൻ നിന്ദകളേറ്റ് സകല നാമത്തിനും മേലായ നാമം, ഉയർന്ന നാമം ലഭിച്ച കർത്താവ് നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് നീ പറയണം, നിന്ദകളുടെയും പരിഹാസങ്ങളുടെ നടുവിൽ ദൈവം എന്നെ ഉയർത്തി മാനിക്കുവാൻ ഇടയായിത്തീരും. എന്താണ് ഇത്രയും പറഞ്ഞതിന്റെ സാരം? ഇഫ് യു ആർ റെഡി ടു ഫോളോ ക്രൈസ്റ്റ്, ഇന്ന് പകൽക്കാലം ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെ നീ തീരുമാനമെടുക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി ഒരു സമൃദ്ധിയിലേക്ക് ദൈവം നടത്തുമെന്നാണ് കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അനുഗമിച്ചവനാരും പരാജയപ്പെട്ടിട്ടില്ല, അനുഗമിച്ചവരാരും തകർന്നു പോയിട്ടില്ല, അനുഗമിച്ചവരാരും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. ആമേൻ. ആരെല്ലാം കർത്താവിനെ അനുഗമിച്ചിട്ടുണ്ടോ അതെല്ലാം ഈ വചനത്തിൽ വലിയ ചരിത്രരേഖകളായി സൂക്ഷിച്ചിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആത്മാവിൽ കർത്താവിനെ അനുഗമിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവവേദിലെ നീ എന്നെയും നിങ്ങളെയും സ്വയം ഒന്ന് പരിശോധിച്ചുകൊണ്ട്, ഞാൻ ഇന്ന് കർത്താവിനെ അനുഗമിക്കുന്നവനാണോ എന്ന് ഇന്ന് പകലത്തെ ഈ സന്ദേശത്തിലൂടെ, റിയലി ഐ എം ഫോളോയിങ് ക്രൈസ്റ്റ് എന്ന് ഇന്ന് പകൽക്കാല സന്ദേശത്തിലൂടെ നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാകുന്നു. പലപ്പോഴും ഈ ഒരു വാക്യം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. യേശുവിനെ അനുഗമിക്കുക. ഒരു കാര്യം ഓർക്കണം, ഈ വചനം വായിച്ച സമയത്ത് കാലഘട്ടത്തിൽ ജഡത്തിൽ യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് യേശു ജഡത്തിൽ ഈ ഭൂമിയിലില്ല. വി ഹാവ് ടു ഫോളോ ക്രൈസ്റ്റ് ഇൻ സ്പിരിറ്റ്. ആത്മാവിലാണ് നമ്മൾ ക്രിസ്തുവിനെ പിന്തുടരേണ്ടത്, ജഡത്തിലല്ല. ദൈവത്തിന് മഹത്വം. സ്തോത്രം. യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, യേശുവിന്റെ ഒരു പടമെടുത്ത് അതിന് പുറകെ നടക്കുകയോ, നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചക്കാലം ആമേൻ സ്തോത്രം വിശുദ്ധവാരമായി അനേക ക്രിസ്തീയ സംഘടനകൾ ആഘോഷിക്കുന്ന സമയത്ത് യേശുവിന്റെ രൂപത്തെ ചുമന്നുകൊണ്ട് അതിന്റെ പിന്നാലെ സഞ്ചരിക്കുകയും മരിച്ച് യേശുവിന്റെ രൂപത്തെ കടന്നു എന്ന് മുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുവാൻ ഇടയായി തീരുകയാണ്. സ്തോത്രം. ഒരു രൂപത്തെയോ ഒരു ചിത്രത്തെയോ ആമേൻ
ഇതല്ല യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത്. ഫോളോ ക്രൈസ്റ്റ്. എന്താണ് യേശു ക്രിസ്തു എന്ന് ആദ്യം പഠിക്കണം. സ്വർഗത്തിലിരുന്ന വചനം ഒരു ജഡത്തിൽ വന്നു. വചനം ജഡമായി ഭൂമിയിൽ വന്നു. സ്തോത്രം. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ, വചനം തന്നെ ഒരു ജഡത്തിൽ വന്നതാണ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ, ആമേൻ, നമ്മുടെ കൈകളിൽ, നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ നമ്മുടെ കൈകളിൽ എത്തിച്ച, പരിശുദ്ധാത്മാവ് എത്തിച്ച ഈ വചനം അതുപോലെ അനുസരിക്കുക, അതിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഫോളോ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോളോ ദ വേർഡ് ഓഫ് ഗോഡ്, ഫോളോ ദ സൺഷിപ്പ്. പുത്രനായി, ആമേൻ, വചനപ്രകാരമുള്ള ജീവിതം നയിക്കുന്നതാണ് യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. ബാഹ്യമായ ജഡത്തിലെ പ്രകടനങ്ങളല്ല. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണം, ആത്മാവിലാണ് നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. വി ആർ ഫോളോയിങ് ക്രൈസ്റ്റ് ഇൻ സ്പിരിറ്റ്. ഇന്ന് ക്രിസ്തു ആത്മാവിൽ മാത്രമാണ്, ജഡത്തിൽ നമ്മുടെ ഇടയിലില്ല. അതുകൊണ്ട് ആത്മാവിൽ വചനപ്രകാരം കർത്താവ് ഈ വചനം പറയുന്നത് പോലെ എൻ്റെ സ്പിരിച്വൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ആര് തീരുമാനമെടുക്കുന്നുവോ, നീ അന്ധകാരത്തിലാണെങ്കിൽ നീ അത്ഭുത പ്രകാശത്തിന് ഉടമയായി മാറും. നീ കടഭാരത്തിലാണെങ്കിൽ നീ സമ്പന്നതയിലേക്ക് മാറും. നീ രോഗത്താൽ നിലവിളിക്കുന്നുവെങ്കിൽ നീ സകല സൗഖ്യത്തിലേക്ക് ദൈവം നിന്നെ നടത്തും. ആമേ. തകർച്ചകളിൽ നീ ആയിരിക്കുന്നെങ്കിൽ ദൈവം നിന്നെ പണിതെടുക്കും. ആമേ. അനുഗമിക്കുന്നവൻ പരാജയത്തിലാണെങ്കിൽ ജയത്തോടെ ദൈവം നിന്നെ മുന്നോട്ട് നടത്തും. ആമേൻ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശത്തിലായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് വചനം പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനമുള്ള ഒരു വ്യക്തി, ദൈവത്തിന് സ്തോത്രം, അവന്റെ ജീവിതത്തിൽ അവൻ നേരിടുവാൻ പോകുന്നത് പ്രതികൂലത്തിന്റെ ഘോഷയാത്രയാണെങ്കിലും, ആമേൻ, പിന്നത്തേതിൽ നമ്മൾ പാടിയ പാട്ടുപോലെ പിന്നത്തേതിൽ ദൈവം നമ്മെ മാനിക്കും, പിന്നീട് ഫറവോനും നമ്മെ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ആര് കർത്താവിനെ അനുഗമിക്കുവാൻ, ആര് വചനപ്രകാരം ഒരു നിങ്ങളുടെ ആത്മീയജീവിതം മെയിൻറ്റെയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ, തീരുമാനമെടുക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ ദൈവാത്മാവ് ചില നന്മയുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ പോകുകയാണ്. സ്തോത്രം. ഇത്രയും കാര്യം പറഞ്ഞു വന്നതിന്റെ സാരാംശം, ദൈവം ചില നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ പോകുകയാണ്. അനുഗമിക്കുന്നവനും അനുഗമിക്കാത്തവനും ആരെന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. സ്തോത്രം. വചനപ്രകാരമുള്ള ജീവിതത്തിൽ, ആ വചനപ്രകാരമുള്ള ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന അത് ആരെന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലവും വചനം അനുസരിക്കുവാൻ, വചനത്തെ അനുഗമിക്കുവാൻ കൃപ തെരുമാറാകണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്നാൽ ലോകത്തിലേക്ക് നോക്കി എല്ലാവരും വചനം അനുസരിക്കുന്നില്ല, എല്ലാവരും യേശുവിനെ അനുഗമിക്കുന്നില്ല. ക്രിസ്ത്യാനി എന്ന പേര് പോലും ഭൂമിയിൽ വെളിപ്പെട്ടത് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ വാസ്തവമായും വചനം, ആമേൻ, വചനത്തെ അനുഗമിക്കുവാൻ, വചനത്തെ അനുസരിക്കുവാൻ ബഹുഭൂരിപക്ഷവും ഇന്ന് തയ്യാറാകുന്നില്ല എന്നുള്ള വലിയ സത്യം ഈ ഭൂമിയിൽ ഉയർന്നു നിൽക്കുകയാണ്. സ്തോത്രം. ആർക്കാണ് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കഴിയുന്നത്? ഹൂ ക്യാൻ റിയലി ഫോളോ ക്രൈസ്റ്റ്? ഹൂ ക്യാൻ റിയലി ഫോളോ ദ വേർഡ് ഓഫ് ഗോഡ്? എന്താണ് എന്റെ എലിജിബിലിറ്റി? ബുക്ക് ഓഫ് ജോൺ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങളൊന്ന് വായിക്കാം. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്റേതാണെങ്കിൽ, നിങ്ങൾ സ്വർഗത്താൽ എണ്ണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് എന്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയും. എന്റെ ശബ്ദം തിരിച്ചറിയുന്നവരെ ഞാനും അറിയും. സ്തോത്രം. അതുകൊണ്ട് അവരെന്നെ അനുഗമിക്കും. ബഹുഭൂരിപക്ഷം എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ബഹുഭൂരിപക്ഷം വചനം അനുസരിക്കുന്നില്ല? അതിൽ പ്രധാന കാരണം, അനുസരിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവത്തിൽ നീ കാത് തുറന്ന് കേക്ക്. നീ സ്വർഗീയ പിതാവിന്റെ കണ്ണിൽ നീ എണ്ണപ്പെട്ടവനാണ്. യു ആർ അക്കൗണ്ടബിൾ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഫാദർ ഗോഡ്.
എണ്ണപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടാ. ആടിനെ കുറിച്ച് എന്താ പറയുന്നത്? ഒരാൾക്ക് 100 ആടുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ 99 മരുഭൂമിയിൽ വിട്ട് ഒന്നിനെ പറയാൻ പോകുന്നു. കാരണം ആ ഒന്ന് എണ്ണപ്പെട്ടതാണ്. ആടുകൾക്ക് എണ്ണമുണ്ട്, എണ്ണപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, ഒരാട് പ്രസവിച്ചാൽ 1 or 2 കുഞ്ഞുങ്ങൾ മാത്രമാണ്. എപ്പോഴും ആട് പ്രസവിക്കില്ല. ആടിന്റെ റീപ്രൊഡക്ഷൻ റേറ്റ് വളരെ കുറവാണ്. എന്നാൽ ഒരു പന്നി പ്രസവിക്കുമ്പോൾ 10ഉം 12നെ പ്രസവിക്കുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഞാനും നിങ്ങളും. ഇതനുസരിക്കുവാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം സ്വർഗീയ പിതാവിന്റെ കണ്ണിൽ നീ എണ്ണപ്പെട്ടവനാണ്. യു ആർ എ വാല്യുബിൾ ആൻഡ് അക്കൗണ്ടബിൾ പേഴ്സൺ. അതുകൊണ്ട് ഞാൻ നിന്നെ അറിയുന്നു, ദൈവം നിന്നെ അറിയുന്നു. അറിയുന്ന എണ്ണപ്പെട്ട ദൈവത്തിലെ നിനക്ക് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയുന്നു. അതുകൊണ്ട് നീ ചോദ്യം ചെയ്യാതെ എന്ത് ചെയ്യും? നീ വചനം അനുസരിക്കും. യു വിൽ നെവർ ക്വസ്റ്റ്യൻ ദ മീനിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ വചനത്തിന്റെ സത്യങ്ങൾ, അർത്ഥങ്ങളെ കുറിച്ച് നീ ഒരു നാളും ചോദ്യം ചെയ്യുകയില്ല. നീ അത് അനുസരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. യു ആർ അക്കൗണ്ടബിൾ പേഴ്സൺ. ഈ വചനം അതുപോലെ അനുസരിക്കുവാൻ നിനക്ക് തീരുമാനമുണ്ടോ? അല്പം അനുസരിക്കുന്നതിനല്ല, അതുപോലെ അനുസരിപ്പാൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണം, നീ എണ്ണപ്പെട്ടവനാണ്. സ്തോത്രം. രണ്ടാമത് ലൂക്ക് ചാപ്റ്റർ 9:23. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിക്കാം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച നാൾ തോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ നിഷേധിക്കുക, ക്രൂശ് എടുക്കണം. 2 കാര്യങ്ങൾ അനുഗമിക്കണമെങ്കിൽ. സ്തോത്രം. ഡിനൈ യുവർസെൽഫ്. എന്താണ്? ഒരു പ്രാർത്ഥന യേശുവിൽ ഉയർന്നു. പിതാവേ, എന്റെ ഇഷ്ടം അല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഈ പാനപാത്രം കഴിയുമെങ്കിൽ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചവൻ ഉടനെ പ്രാർത്ഥിക്കുന്നു, എങ്കിലും എന്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം. ഒരു ദൂത് ശ്രദ്ധിച്ചോണം. പിതാവിന് ഇഷ്ടം ചെയ്യുവാൻ തീരുമാനിച്ചെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുരിശ് നിന്റെ അരികിൽ എത്തിയിരിക്കും. സ്തോത്രം. ഈ കുരിശ് വേദനയുടേതാണ്, ഈ കുരിശ് കഷ്ടതയുടേതാണ്, ഈ കുരിശ് പരിഹാസത്തിൻ്റെതാണ്, ഈ കുരിശ് നിന്ദയുടേതാണ്, ഈ കുരിശ് ത്യജിക്കപ്പെടുന്നതിൻ്റെയാണ്, ഈ കുരിശ് ലോകരക്ഷയുടേതാണ്. ഓ ഹല്ലേലൂയ. ദൈവഹിതം ഏറ്റെടുക്കുവാൻ തയ്യാറുള്ള ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, വേദനകൾ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിന്റെ കാലാവധി ചില മണിക്കൂറുകൾ മാത്രം. പിന്നത്തേതിൽ അതൊരു വലിയ വിടുതലായി നിന്റെ ജീവിതത്തിൽ സംഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ദൈവത്തിന് ഇഷ്ടം ചെയ്യണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ യേശുവിനെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് യുവർ വിൽ, ദൈ വിൽ, ദൈ വിൽ. നിന്റെ ഇഷ്ടമല്ല പ്രാധാന്യം. ഡിനൈ യുവർസെൽഫ്. എന്റെ ഇഷ്ടത്തിന് പ്രാധാന്യമില്ല കർത്താവേ. It is not easy to follow Christ as per the word of God. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിന്റെ ഇഷ്ടങ്ങളെ ത്യജിച്ചു കളയണം, നിന്റെ വഴികളെ ത്യജിച്ചു കളയണം, നിന്റെ വിചാരങ്ങളെ ത്യജിച്ചു കളയണം. It's not your way, it's not your thoughts. ദൈവത്തിന് ഇഷ്ടം മാത്രം സംഭവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവവചനപ്രകാരം മുന്നേറുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുകയുള്ളൂ. ഞാൻ അല്പം പറഞ്ഞതുപോലെ കുരിശിന്റെ വഴിയുടെ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലുള്ള കുരിശെടുത്ത് തോളെ വെച്ചിട്ട് മുട്ടിന്മേൽ ചരലിക്കൂടെ ഇഷ്ടിക എടുത്ത് തലയെ വെച്ച് ഇവിടെ ആരെയും പരിഹസിക്കുകയല്ല. We are not following Christ in flesh. We are following Christ in spirit. സ്തോത്രം.
ദൈവസ്നേഹത്തിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്ത് വചനപ്രകാരം ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ സ്തോത്രം, അവന്റെ മുഖം ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകും. ആ കഷ്ടത ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകും. അടുത്തൊരുവന്റെ വിടുതലിന് വേണ്ടി സ്വയം ഇല്ലാതായി തീരുവാൻ നമ്മൾ തയ്യാറാകും. You have to deny yourself. പലർക്കും ഇതൊരു വലിയ വിഷയമാണ്. കർത്താവിനെ അനുഗമിക്കുവാൻ they cannot deny themselves. തന്നെത്താൻ നിഷേധിക്കണം. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാം വാക്യം വായിച്ചേ. മാത്യു 19:21. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഒരു പ്രത്യേക കോണ്ടസ്റ്റിൽ കർത്താവ് ഇത് പറഞ്ഞതാണെങ്കിലും കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ദിസ് വേൾഡ്, അവരുടെ ആഗ്രഹം ഈ ഭൂമിയിൽ ഒരു നിക്ഷേപം വേണം, സേവിങ്സ് വേണം, ഈ ഭൂമിയിൽ സ്വത്തുക്കൾ വേണം, ധനം വേണം, എല്ലാം വേണം. അവരുടെ ചിന്ത മുഴുവൻ അതാണ്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും കർത്താവിനെ അനുഗമിപ്പാൻ കഴിയില്ല. നിന്നെ കാത്തിരിക്കുന്ന 6 അടി മണ്ണാണെന്ന് തിരിച്ചറിയേ. ആ മരണയോർദ്ധാൻ അക്കരെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ടെന്ന് തിരിച്ചറിയേ. തന്നോട് എന്നേക്ക് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന പിതാവിന്റെ സ്നേഹം ഇന്ന് പകൽക്കാലം നിന്നെ തേടി വരുന്നു തിരിച്ചറിയേ. ഈ ഭൂമിയിൽ കർത്താവ് പറഞ്ഞു, നീ നിന്റെ നിക്ഷേപത്തോടുള്ള മോഹം വിട്ടുകളയുമ്പോൾ, ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം വിട്ടുകളയുമ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ഇഫ് യു ഹാവ് സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെവൻ, വാ എന്നെ അനുഗമിപ്പാ, വാ പിന്നെ വന്നെന്നെ അനുഗമിപ്പ. പ്രൈസ് ഗോഡ്. ഈ ഭൂമി വീട്ടിൽ വസ്തു വേണ്ടേ, വീട് വേണ്ടേ, വാഹനം വേണ്ടേ, എല്ലാം നിന്റെ ആവശ്യങ്ങൾക്ക് ദൈവം തരും. പക്ഷെ നിന്റെ ഹൃദയം, എനിക്ക് ഇവിടുത്തെ നിക്ഷേപത്തെക്കാൾ ഉപരിയായി എനിക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണം. സ്വർഗീയ ബാങ്കിൽ എനിക്ക് നിക്ഷേപം ഉണ്ടാകണം. ഞാൻ അവിടെ കോടീശ്വരനായിരിക്കണം. സ്തോത്രം. പ്രൈസ് ഗോഡ്. ആത്മവിഷയത്തിൽ ഞാൻ സമ്പന്നനായി തീരണം. പ്രൈസ് ഗോഡ്. നിന്റെ അരികിലേക്ക് സ്നേഹം തേടി വന്നതിന്റെ കാരണം നീ എണ്ണപ്പെട്ടവനായതുകൊണ്ടാ. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ കഴിയില്ല. പിന്നെ ക്രിസ്തുവിന്റെ സ്നേഹം നിന്നെ നിർബന്ധിക്കുന്നത് യു ആർ എ വാല്യുബിൾ പേഴ്സൺ. രണ്ടാമത്, നിനക്കൊരു തീരുമാനമുണ്ട്. എന്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. കുന്തം കൊണ്ട് കുത്തുമ്പോഴും നിന്റെ ഇഷ്ടം നിറവേറട്ടെ. മുൾക്കിരീടം ധരിക്കുമ്പോഴും നിന്റെ ഇഷ്ടം നിറവേറട്ടെ. മുള്ളാണികൾ തറയ്ക്കുമ്പോഴും നിന്റെ ഇഷ്ടം നിറവേറട്ടെ. കന്നത്തടിക്കുമ്പോഴും നിന്റെ ഇഷ്ടം നിറവേറട്ടെ. Deny yourself and take the cross. Those who have the love of the world, they cannot follow Christ. ചിലതിനോട് വിട്ട് പിരിയുവാൻ നിനക്ക് മനസ്സില്ല. You are attached. അതിനെ പറഞ്ഞു കേട്ടാ ഞെട്ടിപ്പോവും. നിന്റെ അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെ വിട്ട് പിരിയാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ലെന്ന്. If you love anyone more than God, you cannot follow Christ. അപ്പൻ എന്തു പറയും, അമ്മ എന്തു പറയും, ഭാര്യ എന്തു പറയും, ഭർത്താവ് എന്തു പറയും, മക്കൾ എന്തു പറയും, കുടുംബക്കാരെന്തു പറയും? കർത്താവിനെ അനുഗമിപ്പാൻ തടസ്സമായി നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഓർത്തു, യു ആർ ലവിംഗ് someone more than God, which is not a divine nature. അതൊരു സ്വർഗീയ അനുഭവമല്ല. നീ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനായിരിക്കാം, പക്ഷേ നീ കർത്താവിനെ അനുഗമിക്കുന്നതിനായി തീരുന്നില്ല. Praise God. Why Jesus insisting us to follow him? എന്തിനാണ് യേശു പറഞ്ഞ് എന്നെ അനുഗമിക്കണമെന്ന്? ആ ഭാഗോടെ പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവ് പറഞ്ഞു, God is going to do some great things in your life. ഇന്ന് നീ തീരുമാനിക്കണം, I will lead a life according to the word of God.
അതിന് എലിജിബിൾ ആകണമെങ്കിൽ എന്തെല്ലാം ക്വാളിറ്റീസ് നിന്നിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കർത്താവിനോട് പറയുവാനുള്ളത് why he is insisting to follow him. ലൂക്കോസ് സുവിശേഷം 19:1-3 വാക്യം. ലൂക്ക് ചാപ്റ്റർ 19 1-3 എന്ന് വായിക്കും. വേഗത്തിൽ വായിച്ചത് അതിനടുത്തൊരു വായിച്ചോണം കേട്ടോ. അവൻ യെരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയാവുന്ന ഒരു വിഷയമാണ് സഖായിയുടെ കാര്യം. സഖേവൂസ് അദ്ദേഹം ഒരു പാപിയാണെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. ആ വാക്യത്തിൽ ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് പ്രമാണിയും ധനവാനുമായ, സൊസൈറ്റിയിൽ നല്ല പേരുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ടെസ്റ്റ് മണിയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ധനവാനായോണ്ട് പ്രമാണിയായോണ്ട് ഒരിക്കലും ഒരു പാപമായി തീരുന്നില്ല. പക്ഷെ ഈ ഡിസൈഡഡ് ടു ഫോളോ ക്രൈസ്റ്റ്. എനിക്ക് യേശുവിന് പുറകെ ഒന്ന് പോകണം. അവന് കടഭാരമുണ്ടായിട്ടോ ഞെരുക്കമുണ്ടായിട്ടോ അവൻ സൊസൈറ്റിയിൽ മോശമായിട്ടോ അവൻ എന്തെങ്കിലും ഹാർട്ട് പേഷ്യന്റ് ആയിട്ടോ ഒന്നുമല്ല അവൻ പോയത്. ഒരു ഇൻസ്പിറേഷൻ. ബിക്കോസ് എന്താണ്? ഹീസ് അക്കൗണ്ടബിൾ പേഴ്സൺ. അവൻ എണ്ണപ്പെട്ടവനായതുകൊണ്ട് അവന്റെ സ്വത്തുക്കൾക്കോ അവന്റെ സൊസൈറ്റിക്കോ ഈ ഫോളോ ചെയ്യുന്നതിന് തടസ്സം നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവന്റെ ധനത്തിന് കഴിഞ്ഞില്ല. അവന്റെ പൊസിഷൻ സൊസൈറ്റി കഴിഞ്ഞില്ല. ചുങ്കക്കാരിൽ പ്രമാണി. He was one of the great man in the society. പക്ഷെ ഇതിലൊന്നും യേശുവിനെ ഫോളോ ചെയ്യാൻ തടയുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. He decided to follow Christ. അതൊന്ന് കാണണം, എനിക്കൊന്ന് പിന്തുടരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ അവൻ ഇറങ്ങി തിരിച്ചു. അവൻ പൊക്കം കുറവുള്ളതുകൊണ്ട് അവൻ കാട്ടുതീമേൽ വലിഞ്ഞു കയറി. ഈ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ ആ ദൂതിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 6-8 ഒന്ന് വായിച്ചേ. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പ്രവർത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവെ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. തുടക്കത്തിൽ പാപി എന്ന് എഴുതിയില്ലെങ്കിലും സഖായി നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവൻ പാപിയായ ഒരു മനുഷ്യൻ എന്ന് ലോകം സാക്ഷീകരിച്ച് പാപത്തിന്റെ അനുഭവത്തെ പരസ്യമാക്കി വന്നപ്പോൾ യേശു അവനെ കുറ്റപ്പെടുത്തിയില്ല. നീ പാപിയാണെന്ന് അവൻ പറഞ്ഞില്ല. നീ ഒരിക്കലും അനുഗമിപ്പാൻ എലിജിബിൾ ഇല്ല എന്ന് യേശു പറഞ്ഞില്ല. സഖായിയെ നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ സഖായി പറയുകയാണ്, സ്തോത്രം, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ വല്ലതും ചതിവാ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. പ്രൈസ് ഗോഡ്. ദൈവം നിന്നെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്, when God is insisting you to follow Christ, it is for a holy life. It is for a sanctification in your life. ഇവിടെ എന്തെല്ലാം ശക്തിയാ ജയിച്ചെന്നറിയാമോ? ലവ് ഓഫ് ദ വേൾഡ് അവനിൽ നിന്ന് മാറിപ്പോയി. പകുതി ഞാൻ കൊടുക്കാൻ പോവാ. ഇനി വേറെ ആർക്കെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 times കൊടുക്കാൻ പോവുക. നിക്ഷേപമെല്ലാം അവന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്നു. He denied himself. പ്രമാണിയായ അവൻ, ധനവാനായ അവൻ പറഞ്ഞു, I want to follow Christ. എന്താ കാരണം? എന്റെ 9ാം വാക്യം ഒന്ന് വായിച്ചേ. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. He is a accountable person. ഇവൻ അബ്രഹാമിന്റെ മകനാ. ലോകത്തിനറിയാത്തൊരു സത്യം പരസ്യമായി യേശു വിളിച്ചു പറഞ്ഞു. ഇന്ന് പകൽ നിന്നോട് ദൈവാത്മാ പറയുന്നു, പാരമ്പര്യം പറഞ്ഞ ദൈവത്തിലേ, നീ അബ്രഹാമിന്റെ മകനാ, നീ എണ്ണപ്പെട്ടവനാ. സ്തോത്രം. ഏടിയിലുള്ള പാരമ്പര്യമല്ല നിനക്ക് പറയുവാനുള്ളത്, ഉലക സ്ഥാപനത്തിലുള്ള പാരമ്പര്യം നിനക്ക് പറയുവാനുള്ളത്. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുകയാ. യു ആർ എ വാല്യുബിൾ കൗണ്ടബിൾ പേഴ്സൺ.
ഞങ്ങളുടെ സഭയാണ് ആദ്യമുണ്ടായ സഭ, AD 32 തുടങ്ങിയ സഭ, ഞങ്ങളാണ് പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആമേ പാരമ്പര്യത്തെ വിടാതെ യേശുവിനെ അനുഗമിപ്പാൻ മടിച്ചു നിൽക്കുന്ന സമൂഹത്തോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ആമേ ഉലക സ്ഥാപനം മുതൽ സ്തോത്രം ഉള്ള പാരമ്പര്യം ആ ദൈവത്തിൽ നിനക്ക് പറയുവാനുള്ളത്. എഫേസ്യർ 1:4 വായിച്ച്. എഫേഷ്യൻസ് 1:4 ഇത് കളയരുത്. എഫേഷ്യൻസ് 1:4 പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, വായിക്കുവാൻ പറയുന്നു. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും. നമ്മെ ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ ദൈവം തിരഞ്ഞെടുത്തു. You exist before the foundation of the world. നീ ആത്മാവിൽ ഇവിടെ ഉണ്ടായിരുന്നു. God selected you in Christ before the foundation of the world. ഇല സൃഷ്ടിക്കുന്നതിന് മുമ്പ്, വെളിച്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ്, ശൂന്യമായ ഭൂമിയെ വീണ്ടും വേർപെടുത്തിന് മുമ്പ് ഞാനും നീ ഇവിടെ ഉണ്ടായിരുന്നു. നീ പിന്നെങ്ങനെ ADയുടെ പാരമ്പര്യം പറയുന്നത്? ഉലക സ്ഥാപനത്തിന് മുമ്പേ നീ ഇവിടെ ഉണ്ടായിരുന്നു. യു ആർ സൺ ഓഫ് അബ്രഹാം. നീ വാല്യുബിൾ പേഴ്സൺ ആയിരുന്നു. പാപത്തിൽ നിന്ന് അകന്നുപോയി നീ ഇന്നെ ഞാൻ വിളിക്കുന്ന ഫോളോ മീ, ഫോളോ ദ വേർഡ് ഓഫ് ഗോഡ്. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി, ഹോളി ലൈഫിന് വേണ്ടി, ഒരു സാങ്ക്ടിഫിക്കേഷന് വേണ്ടി. സ്തോത്രം. നമുക്കെന്താ പറയാനുള്ള പാരമ്പര്യം? നാശകരമായ കുഴി, കുടഞ്ഞ ചേറ്, ഇതല്ലേ നമ്മുടെ പാരമ്പര്യം. പത്രോസിന്റെ ഭാഷ പറഞ്ഞാൽ അന്ധകാരത്തിൽ കിടക്കുകയായിരുന്നു. സ്തോത്രം. ഒരു കാര്യം ഓർക്കണം, ഗോഡ് ചേഞ്ച് മൈ ലൈഫ്. എന്തുകൊണ്ട്? നീ അബ്രഹാമിന്റെ മകനായതുകൊണ്ട്. ആരാണ് അബ്രഹാം? വിശ്വാസത്തിന്റെ പിതാവ്. അബ്രഹാമിന്റെ സന്തതിയിൽ ജനിച്ച ലോകരക്ഷിതാവ്. യു ആർ എ സൺ. നീ ഒരു മകനാ. നീ ഒരു പിതാവിന്റെ മകനായതുകൊണ്ട് നിനക്കൊരു ഹോളി ലൈഫ് ആവശ്യമാ, ഒരു സാങ്ക്ടിഫിക്കേഷൻ ആവശ്യമാ. നീ അബ്രഹാമിന്റെ മകനായതുകൊണ്ട് ഇന്ന് ഈ വീട്ടിൽ എന്ത് വന്നിരിക്കുന്നു? രക്ഷ വന്നിരിക്കുന്നു. നിന്നെ ഹോളി ലൈഫിലേക്ക് ദൈവം നയിച്ചതിന്റെ കാരണം എന്ന് അറിയാമോ? നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കണം. You shall attain the salvation. സ്തോത്രം. 1 Thessalonians 4:7 എന്ന് വായിച്ച്. 1 തെസ്സലോനിക്ക ലേഖനം 4:7 എടുത്തവരുണ്ടെ വായിച്ചോണം കേട്ടോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചത് ഫോളോ മീ, അശുദ്ധിക്ക് വേണ്ടിയല്ല, ഫോർ എ സാങ്ക്ടിഫിക്കേഷൻ. Sanctification leads to salvation. സ്തോത്രം. അതിന്റെ 3-ാം വാക്യം വായിച്ച്. 1 Thessalonians 4:3. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ തന്നെ. Why Jesus insisting us to follow him? ഒരു ഹോളി ലൈഫ് നിനക്കുണ്ടാകണം, ഒരു സാങ്ക്ടിഫിക്കേഷൻ നിനക്കുണ്ടാകണം. You shall be separate from the world. സ്തോത്രം. And holy life will lead you to a salvation. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കണം. അതുകൊണ്ടാണ് ഫോളോ ചെയ്യാൻ പറയുന്നത്. സ്തോത്രം. പലരും ചിന്ത, അയ്യോ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ ഓർത്താൽ എങ്ങനെ എനിക്കൊരു ഹോളി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? യെശയ്യാ പ്രവചനം, ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 1:18 ഒന്ന് വായിച്ച്. 1:18. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. നിങ്ങളുടെ പാപങ്ങൾക്ക് വലിപ്പച്ചെറുപ്പമില്ല. ക്രിസ്തുവേശുവിന്റെ പുണ്യാഹ രക്തത്തിൽ നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമ്പോൾ ചെറുതെന്നോ വലുതെന്നോ നിന്റെ ചിന്തയിൽ വരുന്ന സകല പാപങ്ങളും മോചിച്ച് ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്നവന്റെ സന്നിധിയിലാണ് നീ ആയിരിക്കുന്നത്. നീ അവനെ അനുഗമിക്കുവാൻ ആരംഭിച്ചാൽ, if you follow Christ, നിനക്കൊരു ഹോളി ലൈഫ് കിട്ടും. That holy life will lead you a salvation.
ഒരിക്കലും എന്റെ പാപങ്ങൾക്ക് മോചനമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് മാറി നിൽക്കുവാൻ അവകാശമില്ല. എത്ര കടും ചുവപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കുന്ന പുണ്യാഹ രക്തം, ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. Praise God. സ്തോത്രം. ഹീബ്രൂസ് 12:14 എന്ന് വായിക്കാമെങ്കിൽ എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സാൽവേഷൻ ഹോളിനെസ്സിലൂടെ എന്ത് സംഭവിക്കും? എങ്ങനെയാണ് ഹൗ യു അറ്റൈൻ ദ സാൽവേഷൻ? രക്ഷ എങ്ങനെയാ വരുന്നത്? 12:14 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പേൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഓ, കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരണമെങ്കിൽ, കർത്താവിന്റെ മുഖമൊന്ന് കാണണമെങ്കിൽ, നീ കർത്താവിന്റെ എണ്ണപ്പെട്ട ഒരു മകനായി മാറണമെങ്കിൽ ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയുകയില്ല. Praise the Lord. There is very great importance in holy life. ശുദ്ധീകരണമില്ലാതെ ആർക്കും പിതാവിനെ കാണുവാൻ കഴിയുകയില്ല. സ്തോത്രം. ലൂക്ക് ചാപ്റ്റർ 9, 57-58 വായിച്ചിട്ട് ഈ ഭാഗം വിടട്ടെ. ലൂക്ക് ചാപ്റ്റർ 9, 57, 57, 58, 9-ാം അധ്യായം 57, 58. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. സക്കായി എന്താ പറഞ്ഞത്? When I will follow you, എനിക്കുള്ളത് ഞാൻ പകുതി കൊടുക്കുന്നു, ചതിച്ചു വാങ്ങിയ 4 ഇരട്ടി കൊടുക്കുന്നു. എന്നാൽ ഇവിടെ ഒരുത്തൻ ഫോളോ ചെയ്തപ്പോ കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സിലായി നീ എന്നെ ഫോളോ ചെയ്യുന്നതിന്റെ കാരണം പ്രാർത്ഥനയ്ക്ക് വന്നാൽ, പ്രാർത്ഥിച്ചാൽ ആമേൻ വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകുമെന്നും. സ്തോത്രം. വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകുമെന്നും ഈ ഭൗതികമായ നന്മകൾ പ്രാപിക്കാൻ പറ്റുമെന്നും സൈക്കിളെ വന്നാൽ കാറേ പോകാമെന്ന് പ്രസംഗിക്കുന്ന ഇടമുണ്ടെന്നും ആമേൻ നീ കർത്താവിൽ വന്നാൽ സമൃദ്ധി കൊണ്ട് നീ അങ്ങ് സമ്പന്നനാകുമെന്നും ചിന്തിച്ചിട്ടാണ് വരുന്നതെങ്കിൽ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ എന്തില്ല? തല ചായ്ക്കുവാൻ ഇവിടെ ഇടമില്ല. സ്തോത്രം. ഡിനൈ യുവർ സെൽഫ്. ഹോളി ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ വലിയൊരു അടയാളം ഞാൻ പറഞ്ഞുതരാം. നിന്നെയും നിനക്കുള്ളതിനെയും ദൈവത്തിന് കൊടുക്കാൻ എപ്പോൾ നിനക്ക് മനസ്സുണ്ടോ അതാണ് മാനസാന്തരം. ഒന്നുകൂടെ പറയാം, നിന്നെയും നിനക്കുള്ള സകലതിനെയും കൊടുക്കുവാൻ ഒരു മടിയില്ലാതെ എപ്പോൾ നിന്റെ ഹൃദയത്തിൽ സ്നേഹം തോന്നുന്നുവോ അതാണ് മാനസാന്തരം. Then you are following Christ. ഈ പ്രാർത്ഥനയിൽ വന്നതുകൊണ്ട് നീ എന്തെങ്കിലും നേടാമെന്നുള്ളതല്ല, ഈ പ്രാർത്ഥനയിൽ വന്നതുകൊണ്ട് എന്നെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കാമെന്നുള്ള മനോഭാവം. Jesus insisting you for a holy life, a sanctification which leads to salvation. രക്ഷയിലേക്ക് നീയും നിന്റെ കുടുംബവും രക്ഷയിലേക്ക് നയിക്കപ്പെടുവാൻ, വചനപ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലവും നമ്മെ നിർബന്ധിക്കുകയാണ്. വചനപ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ. രണ്ടാമതായി മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, Matthew 4:18-19. Why Jesus insisting me to follow him? Matthew 4:18-19. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന് പേരുള്ള ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, why Jesus insisting follow him? നിന്നിൽ മറഞ്ഞിരിക്കുന്ന നന്മകൾ നിനക്ക് തന്നെ വെളിപ്പെടുത്തി നിന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവം നിന്നെ ഇൻസിസ്റ്റ് ചെയ്യുന്നു. ഈ ശബ്ദം കേട്ട പത്രോസും യോഹന്നാനൊക്കെ പറഞ്ഞ വാക്ക് ഞാനങ്ങ് പറയാൻ പോകും. ബൈബിളില്ല, എന്റെ ചിന്താമണ്ഡലത്തിൽ. ആ വാക്യത്തിൽ എന്താണ് ആദ്യം പറഞ്ഞത്? അവരെന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? ഒന്നുകൂടെ വായിച്ച് 18-ാം വാക്യം. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന് പേരുള്ള ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് ഇങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ
കടലിൽ വല വീശുന്നത് കണ്ടു. ഞാൻ മുക്കുവനാന്ന് എനിക്കറിയാം, കടലിൽ പോകുവാൻ എനിക്കറിയാം, കടലിൽ വല വീശുവാൻ എനിക്കറിയാം, കടലിൽ നിന്ന് മീൻ പിടിക്കുവാൻ എനിക്കറിയാം, കടലിന്റെ ഗതി വിഗതികൾ എനിക്കറിയാം, കടൽ എന്തെന്ന് അരച്ച് കലക്കി കുടിച്ചത് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഞാൻ ശബ്ദം കേൾക്കുന്നു, മത്സ്യത്തെ പിടിക്കുന്നവനല്ല, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന്. ഹല്ലേലൂയ. നീ പോലും അറിയാതെ എന്റെ ഉള്ളിൽ ദൈവം മറച്ചു വെച്ച നന്മകൾ ഈ ഭൂമിയിൽ ദൈവ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിന്നോട് പറയുകയാണ്. സ്തോത്രം. ഒരാത്മാവിനെ നേടുവാൻ കഴിയുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാ. സ്തോത്രം. അയ്യോ എനിക്ക് കഴിവില്ല, എനിക്ക് ബൈബിൾ അറിയത്തില്ല, അയ്യോ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഇതാണോ നിന്റെ ശബ്ദം ഉയരുന്നത്? You got the first rank in heavenly exam. You are selected in first position. എന്തെങ്കിലും അറിയാവുന്നവന് ഇവിടെ വേണ്ട, ഒന്നും അറിയാത്തവനെ തേടി വരുന്ന സ്വർഗീയ സ്നേഹമാണ് ഇന്ന് പകൽക്കാലം നിന്നെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. പത്രോസ് പറയും, മീൻ പിടിക്കുന്ന എന്നോട് പറഞ്ഞ വാക്ക് കേട്ടില്ലേ, മനുഷ്യരെ പിടിക്കുന്ന ഒരാക്കാവൻ. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, എന്റെ അപ്പൻ സ്വന്തം കരം കൊണ്ട് എന്നെ സൃഷ്ടിച്ചതാ, എന്റെ അപ്പനും അമ്മയും ഉരുവാക്കിയതല്ല ഗർഭപാത്രത്തിൽ, സൗന്ദര്യം നൽകി, മജ്ജയും മാംസവും ഞരമ്പും എല്ലാം നൽകി, ബുദ്ധിയും ജ്ഞാനവും നൽകി സ്വന്തം കരങ്ങളിൽ എന്നെ ഉരുവാക്കിയതെങ്കിൽ എന്റെ ഉള്ളിൽ ദൈവം ചില നന്മകൾ പകുത്തു വെച്ചിട്ടുണ്ട്, മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് അതിനായി വിട്ടുകൊടുക്കണം. എന്റെ ദൈവത്തിന് വേണ്ടി ആ നന്മകൾ പുറത്തെടുത്ത് ദൈവരാജ്യത്തിന് ഈ ഭൂമിയിൽ ചെയ്തു കൊടുക്കണം. He need only one man. He don't want your technology. He don't want your certificate. He don't want your language. He don't want your hereditary. ഒന്നും ദൈവത്തിന് ആവശ്യമില്ല, നിന്നെയാണ് ആവശ്യം. നീ എഞ്ചിനീയർ ആയിരിക്കാം, നീ ഡോക്ടർ ആയിരിക്കാം, നീ സയന്റിസ്റ്റ് ആയിരിക്കാം, നീ ഉന്നത വിദ്യാഭ്യാസമുള്ളവനായിരിക്കാം, പക്ഷേ നീ അറിയാത്ത ചില നന്മകൾ ദൈവം നിന്റെ ഉള്ളിൽ മറച്ചു വെച്ചിട്ടുണ്ട്. അത് പുറത്തെടുക്കാൻ പോയി ദിവസങ്ങളിൽ God is going to reveal that. Amen. Amen. നിന്നോട് ദൈവാത്മാവ് ദൂത് പറയുന്നത്. God is going to reveal that. നിന്നെ ഉപയോഗിക്കാൻ പോയി ദിനങ്ങളിൽ കർത്താവ്. സ്തോത്രം, സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 13 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചേ. ശൗല് വീഴുന്നു, ശൗലിനെ പിടിക്കുന്നു, അതിനുള്ള പത്രോസായി മാറിയ ആ ഭാഗം ഒന്ന് വായിച്ച്. അനനിയാസ് എന്ന് പറഞ്ഞ ശിഷ്യനോട് കർത്താവ് പറയുന്നു, ഇന്ന സ്ഥലത്ത് പൗലോസ് ഇരിക്കുന്നു, നീ അവന്റെ അരികിലേക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ അനനിയാസിന്റെ മറുപടിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിന് അനനിയാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം. അനനിയാസ് പറയുക, ദൈവത്തിന്റെ പൈതൽ പറയുക, ഗോഡ് യു ആർ ടേക്കൺ എ റോങ് സ്റ്റെപ്പ്. നീ ആരുടെ പോകാനായി പറയുന്നത്? അവനിൽ ഒരു നന്മയുമില്ല. സഭയെ മുടിക്കുന്നവൻ, സഭയെ ഇല്ലാതാക്കുന്നവൻ, സഭയെ തകർക്കുന്നവൻ, സഭയ്ക്ക് വിരുദ്ധമായി അധികാരം പ്രാപിച്ചവൻ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകും. ആമേൻ. അനനിയാസേ, ശൗലേ, നിങ്ങൾ രണ്ടുപേരും കാണാത്ത ഒരു നന്മ ഞാൻ ശൗലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. നീ കണ്ടത് സഭയെ മുടിക്കുന്നവനാണെങ്കിൽ അവൻ സഭയെ പണിയാൻ പോകുകയാണ്. നീ കണ്ടവൻ സഭയെ തകർക്കുന്നവനാണെങ്കിൽ അവൻ സഭയുടെ എണ്ണത്തിൽ വർദ്ധിപ്പിക്കുവാൻ പോകുകയാണ്. അവൻ സഭയെ തകർക്കുവാൻ അധികാരം വാങ്ങിയതാണെങ്കിൽ സഭ പണിയുവാൻ അവൻ കൃപയുടെ അധികാരം പ്രാപിച്ചവനാണ്. ആമേൻ. ആ ശൗലിനും അനനിയാസുവേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാത്ത നന്മ ഞാൻ അനനിയാസിൽ ശൗലിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. അവിടെ പിന്നീട് പൗലോസ് പറഞ്ഞു, എന്നെ ശക്തരാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഞാൻ ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിച്ചതാ. എബ്രായനാ. ആമേൻ. ഞാൻ വലിയ യഹൂദനാ. എനിക്കും പറയുവാൻ പാരമ്പര്യമുണ്ട്, പക്ഷേ ഇതൊന്നും എന്നെ ശക്തനാക്കിയില്ല. എന്നെ ശക്തനാക്കുന്ന കൃപ, അത് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ആമേൻ. നീ അറിയാത്ത അളവിൽ, നീ ചിന്തിക്കാത്ത നിലയിൽ നിന്നെ ദൈവത്തിന്റെ ഹിതപ്രകാരം നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവ് ഇന്ന് പകൽക്കാലം നിന്നോട് പറയുന്നു, ഒന്ന് ഇറങ്ങിത്തിരിക്കെ വചനപ്രകാരം ക്രിസ്തുവിനെ അനുഗമിപ്പാൻ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. രേപ്രത്തി പറഞ്ഞിട്ട് എടുക്കണ്ട. അയ്യോ ഞാൻ ബാലനാ, ഞാൻ എങ്ങനെ സംസാരിക്കും, അയ്യോ എന്നെ കൊണ്ട് പറ്റുകയില്ല, ഈ കർത്താവ് നീ പറയുന്നതൊക്കെ എങ്ങനെ ഞാൻ പറയും. കർത്താവ് പറഞ്ഞു, മേലെ ബാലൻ നീ പറയരുത്. സ്തോത്രം. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്ന് നിന്റെ ഉള്ളിലാക്കി, ആമേൻ, എനിക്ക് ഹിതപ്രകാരം ഞാൻ ഉപയോഗിക്കും. കാര്യം ഓർത്തോണം, ഒന്നിനും കൊള്ളത്തരുത് ലോകം പറഞ്ഞതായിരിക്കും നിന്നെ. ആമേ നീ ദുഷ്ടനാ, നീ പാപിയാ, ആമേ ഈ ലോകത്തിന് പോലും അപ്പനും അമ്മയ്ക്ക് പോലും വേണ്ടാത്തവരെന്ന് പറഞ്ഞു കാണും. പക്ഷേ അവരാരും കാണാത്ത ചില നന്മകൾ കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുന്നു, യെസ്, ഫോളോ ക്രൈസ്റ്റ്, ഫോളോ ദ ക്രൈസ്റ്റ് ആസ് പെർ ദ വേർഡ് ഓഫ് ഗോഡ്. സ്തോത്രം. അപ്പസ്തലപ്രവൃത്തി 2:41 വായിച്ചേ, ആക്സ് 2:41 വായിച്ചേ. യേശു പറഞ്ഞ സംഭവിക്കുമെന്ന് അറിയണ്ടേ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ആരാക്കുമെന്ന് പറഞ്ഞേ, മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. വായിക്കാം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഹല്ലേലൂയ. പത്രോസ് മീൻ പിടിച്ചപ്പോൾ പോലും കിട്ടാത്ത എണ്ണത്തിലധികമുള്ള മീനിന് 3000 മനുഷ്യരെ പിടിക്കുന്നവനാക്കി ഒറ്റ പ്രസംഗത്തിൽ പത്രോസിനെ. ഒരു രാത്രി ഇവിടെ അധ്വാനിച്ചിട്ട് മീൻ ലഭിക്കാത്തവനാ മുക്കുവനായ പത്രോസ്. ദൈവത്തിന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ മാത്രം മീൻ ലഭിച്ചവനാ പത്രോസ്. ഇതാ എന്നിൽ മറഞ്ഞിരിക്കുന്ന നന്മകൾ തിരിച്ചറിഞ്ഞപ്പോൾ ഒറ്റ വാക്കിൽ, ഒറ്റ പ്രസംഗത്തിൽ അന്ന് പറഞ്ഞ ദൂത് വെളിപ്പെട്ടു. 3000 മനുഷ്യരെ അവൻ പിടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പ്രസംഗിക്കുമ്പോൾ പത്രോസ് മുക്കുവനായിരുന്നു. പത്രോസ് സെമിനാരിയിൽ പോയില്ല, പത്രോസ് ബൈബിൾ കോളേജിൽ പോയില്ല, പത്രോസ് സ്പെഷ്യൽ കോച്ചിങ്ങിന് പോയില്ല. പത്രോസ് മറ്റ് ശിഷ്യന്മാരോട് ഏക മനസ്സോടെ ഒരുമനപ്പെട്ട് പിതാവിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കായി കാത്തിരുന്നു. ഇന്ന് പകൽക്കാലം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ സമയമായിരിക്കുന്നു. നിന്നെ ഉപയോഗിക്കുവാൻ സമയമായിരിക്കുന്നു. നിന്റെ ഉള്ളിൽ മറച്ചു വെച്ച നന്മകൾ ഈ ഭൂമിയിൽ ഉപയോഗിക്കുവാൻ ദൈവത്തിന് സമയമായിരിക്കുന്നു. നീ പുറത്തു വാ, വചനപ്രകാരം കർത്താവിനെ അനുഗമിപ്പാൻ. ലൂക്ക് ചാപ്റ്റർ 9:59-60 തിരിച്ചു പോവാം. ലൂക്കോസ് 9:59-60 വാക്യം. വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിൽ മറച്ചു വെച്ച നന്മകൾ മരണത്തിന്റെ ഗന്ധമുള്ളതല്ല. നിന്നിൽ മറച്ചു വെച്ച നന്മകൾ ജീവന്റെ ഗന്ധമുള്ളതായതുകൊണ്ട്, ജീവനുള്ളതിനെ ജീവനില്ലാത്തതിനെ ജീവനുള്ളതാക്കി മാറ്റുന്നതായതുകൊണ്ട്, മരിച്ചവരെ ചെയ്യണേ. നിന്നെ ഞാൻ വിളിച്ചത് ജീവന്റെ തുടിപ്പിന്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടിയാ. നിന്റെ പ്രസംഗങ്ങളുടെ നടുവിൽ, നിന്റെ ശുശ്രൂഷയിലൂടെ, നിന്നിൽ ദൈവം പറഞ്ഞ കൃപയിലൂടെ, സുവിശേഷത്തിലൂടെ മരിച്ചു കിടക്കുന്ന, ആമേൻ, ചലനമില്ലാത്തതൊക്കെ ചലിക്കുവാൻ തുടങ്ങും. ആമേൻ, ചലനമില്ലാത്തത് ചലിക്കുവാൻ തുടങ്ങും. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ദിനങ്ങളിൽ ചിലരുടെ ആത്മീയ അവസ്ഥകൾ വ്യത്യാസം വരുത്തുവാൻ പോകുക. യോഹന്നാൻ മരുഭൂമിയിൽ മുടക്കിയ ശബ്ദം പോലെ അധികാരത്തിന് ശബ്ദമുള്ളവരായി, ജീവന്റെ ശബ്ദമുള്ളവരായി ചിലരുടെ ആ ജീവിതത്തിന്റെ അവസ്ഥകളെ ദൈവം മാറ്റുവാൻ പോകുക. Come and follow Christ. മൂന്നാമതായി യോഹന്നാൻ സുവിശേഷം 10-27 വാക്യങ്ങൾ ഈ ഭാഗം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-27 വാക്യങ്ങൾ. ജോൺ 10:27-28. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. Praise the Lord. എന്നെ അനുഗമിക്കുന്നവർ, അവർക്ക് ഞാൻ പെർമനന്റ് ലൈഫ് കൊടുക്കും, നിത്യജീവൻ.
അവർ ഒരു നാളും നശിച്ചു പോകുകയില്ല. അവ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. Jesus insisting you to follow him, to provide you a permanent, victorious, blessed life. ആർക്കും തിരിച്ചെടുക്കുവാൻ കഴിയാത്ത നന്മകളുടെ വിജയത്തിന്റെ സ്വർഗീയ ജീവിതം നിനക്ക് പ്രദാനം ചെയ്യുവാൻ ഇന്ന് പകലും കർത്താവ് നിന്നെ വിളിക്കുകയാ. സ്തോത്രം, സ്തോത്രം. കള്ളൻ മോഷ്ടിക്കുന്നതും തുരുമ്പെടുക്കുന്നതും ഉള്ള നിക്ഷേപമല്ല ഇത്, നശിക്കുന്നതല്ല ഇത്. ഇറ്റ്സ് എ പെർമനന്റ് ബ്ലെസ്സിംഗ്. ഇറ്റ്സ് എ പെർമനന്റ് ബ്ലെസ്സിംഗ്. അബ്രഹാം മരിച്ച് മണ്ണടിച്ചു പോയിട്ടും കാലാകാലങ്ങൾ തലമുറകൾ മാറി മറിഞ്ഞിട്ടും സഖായെ കണ്ടപ്പോൾ അബ്രഹാമിന്റെ മകനെ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പെർമനന്റ് ബ്ലെസ്സിംഗ് ആയിരുന്നു അത്. സഖായെ മാത്രമാണ് വിളിച്ചത്. സ്തോത്രം. സഖായെ മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തികൾ വാക്യം നോക്കിക്കോട്ടെ, 13-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിച്ചേ. ആക്ട്സ് 13:26. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ, നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. പുതിയ നിയമവിശ്വാസിയെ, വചനം അനുസരിക്കുന്ന ദൈവത്തിലെ നീ ആരാന്നറിയാമോ? അബ്രഹാമിന്റെ വംശത്തിലെ മകനാണ് നീ. അവരോട് ചേർന്നവനാ നീ. ദൈവം അബ്രഹാമിന് കൊടുത്തത് ടെമ്പററി ബ്ലെസ്സിംഗ് ആയിരുന്നില്ല. ഇറ്റ് ഈസ് എ പെർമനന്റ് ബ്ലെസ്സിംഗ്. ഇന്ന് പകൽ ഒരുവൻ ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചാൽ അവൻ ചേരുന്നത് ഇസ്രായേൽ എന്ന അബ്രഹാമിന്റെ വംശത്തോട്. ഓ, ഒരു ദൂതി ഞാൻ പറയാം. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ദൈവത്തിലെ നിന്റെ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, തലമുറ തലമുറയോളം ഉള്ള നന്മയ്ക്ക് വേണ്ടി ദൈവം നിന്നെ വിളിക്കുകയാ. നീ വചനപ്രകാരം ക്രിസ്തുവിനെ സേവിച്ചത് മുഖാന്തരം തലമുറയോളം അനുഗ്രഹിക്കപ്പെടാൻ പോവുക. സ്തോത്രം. വെളിപ്പാട് പുസ്തകം എന്താ പറഞ്ഞത്? ജയിക്കുന്നവന് എന്നോടുകൂടെ 3:21 എന്റെ സിംഹാസനിപ്പാനുള്ള വരം ഞാൻ നൽകുമെന്ന്. റെവലേഷൻ 3:21. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. വിത്ത് മീ. എന്റെ അടുത്തേക്ക് ഇരുത്തുന്നല്ല പറഞ്ഞത്, വിത്ത് മീ. ഇറ്റ്സ് എ പെർമനന്റ് ബ്ലെസ്സിംഗ്. ഞാൻ ഇരുന്നത് പോലെ നിങ്ങളെയും ഇരുത്തും. തലമുറയായിട്ടുള്ള ബ്ലെസ്സിംഗ്. ജോൺ 12:26 ഒന്ന് വായിച്ചേ. അപ്പൊ അവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. യോഹന്നാൻ 12:26. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. പ്രൈസ് ദി ലോർഡ്. വെറുതെ കൊണ്ട് ഇരുത്തുകയല്ല എന്റെ കൂടെ. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നു. സ്തോത്രം. ഒന്നുകൂടെ വായിക്കേ. 12:26. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരൻ എന്നെ അനുഗമിക്കുന്നവൻ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കും. ചുമ്മാ അവിടെ ഇരിക്കുകയല്ല, എന്ത് ചെയ്യും? എന്റെ പിതാവ് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. സ്തോത്രം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. Who follows me, my God, my Father will honor him. നമ്മൾ പാടിയതുപോലെ ദൈവവും മാനിക്കും, ഫറവോനും മാനിക്കും, സ്വർഗീയ പിതാവും മാനിക്കും, ഈ ലോകത്തിലെ മനുഷ്യരും മാനിക്കും. നിന്നെ മാനിപ്പിക്കും എന്റെ പിതാവ്. Praise God. Hallelujah. അവിടെ വെളിപ്പാട് തന്നെ പറയുന്നു, 3:8 പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ,
എങ്കിലും നീ എന്റെ വചനം കാത്തു. വായിച്ചേ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഞാനൊരു വാതിൽ നിനക്ക് തുറക്കുകയാണ്. അതാർക്കും അടച്ചുകൂടാ. ഇറ്റ്സ് എ പെർമനന്റ് ഓപ്പണിംഗ്. ആർക്കും അടയ്ക്കുവാൻ കഴിയില്ല. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ഒരു പെർമനന്റ് ഡെലിവറൻസ് ഞാൻ നിനക്ക് നൽകി തരുവാൻ പോകുക. ഇന്ന് പകൽ നീ എന്ത് വിഷയം നേരിട്ടാലും ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിനക്ക് വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്യുന്നു. ആർക്കും അത് തടയുവാൻ കഴിയുകയില്ല. സ്തോത്രം. ആമേൻ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും. എന്താ നിന്റെ പ്രവൃത്തി എന്നറിയാമോ? നിനക്ക് അല്പമേ ശക്തി ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ നീ വിശ്വാസം കാത്തു. നീ എന്റെ വചനം കാത്തു. എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. തെറ്റിച്ച് വായിക്കരുത്. രണ്ടിനും രണ്ടർത്ഥമാണ്. നീ എന്റെ വചനം കാത്തു. യു ഫോളോ ദ വേർഡ് ഓഫ് ഗോഡ്. അല്പമേ ശക്തി ഉള്ളായിരുന്നു, പക്ഷേ നീ എന്റെ വചനം അനുസരിച്ചത് കൊണ്ട് പെർമനന്റ് ഡെലിവറൻസ് നിനക്ക് നൽകി തരാൻ പോകുക. ആമേൻ. രോഗസൗഖ്യമെങ്കിൽ ഒരിക്കലും മടങ്ങി വരാതെ വണ്ണം, കടഭാരം മാറുന്നെങ്കിൽ ഒരിക്കലും അത് മടങ്ങി വരാതെ വണ്ണം, ഇനിയും ആമേൻ ഒരിക്കലും മടങ്ങി വരാതെ വണ്ണം ദൈവം ചില നന്മകൾ, പെർമനന്റ് ഡെലിവറൻസ് ദൈവം നിനക്ക് നൽകി തരാൻ പോകുകയാണ്. സ്തോത്രം. ലൂക്കോസ് 9:61-62 വായിക്കുക, പ്രാർത്ഥിക്കാം. ലൂക്ക് ചാപ്റ്റർ 9:61-62. ഹല്ലേലൂയ. 9:61-62. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം. ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ആമേൻ. നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ ആ കലപ്പയിൽ അങ്ങ് പിടിച്ചേക്കണം. ആ കലപ്പയ്ക്ക് കൈവച്ചിട്ട് തീരരുത്. പുറകോട്ട് പോകരുത്. കലപ്പയെന്ന് കൈവിടരുത്. ഇറങ്ങി തിരിച്ചെങ്കിൽ ഇറങ്ങിയവനെ പോലായിരിക്കണം. നിനക്കൊരു പെർമനന്റ് ഡെലിവറൻസ്, പെർമനന്റ് ബ്ലെസ്സിംഗ്, വിക്ടോറിയസ് ലൈഫ് കർത്താവ് നൽകി തരാൻ പോവുകയാണ്. ആരും പിടിച്ചു പറിക്കുകയില്ല. ഒരു നാളും നശിച്ചു പോകുകയില്ല. സ്തോത്രം. സ്തോത്രം. ഇനിയും നിനക്കായി തുറക്കുന്ന വാതിൽ ആമേൻ നീ കളയുന്നിടം വരെ ആർക്കും നിന്നിൽ എടുക്കുവാൻ കഴിയില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഒരു വാതിൽ നിനക്കായി തുറക്കുവാൻ പോകുകയാണ്. God is going to open a door for you. എന്തിനാണ്? You follow the word of God. Follow Christ. എന്തിനു വേണ്ടി? For a holy life which leads for salvation. To bring out the good things God has hidden in you. നിന്നിൽ മറച്ചു വെച്ച നന്മകൾ ഈ ഭൂമിയിൽ ദൈവത്തിന് ഉപയോഗിക്കുവാൻ നീ കർത്താവിനെ അനുഗമിക്കുക. പരാജയമില്ലാത്ത, ശാപങ്ങളില്ലാത്ത, തകർച്ചകളില്ലാത്ത, എന്നേക്കും വിടുതൽ മാത്രമുള്ള ഒരു സ്വർഗീയ അനുഭവം, ഒരു വലിയ ജയകരമായ ജീവിതത്തിന് വേണ്ടി കർത്താവിനെ അനുഗമിക്കുക. ഇന്നത്തെ ലോക നേതാക്കൾ പറയുന്ന പോലെ, അനുഗമിക്കാൻ പറയുന്ന പോലല്ലേ ഇത്. ഞാൻ നിത്യജീവനെ കൊടുക്കുന്നു. എറ്റേണൽ ലൈഫ്. നോബഡി ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ദം. ആർക്കും എടുക്കാൻ കഴിയാത്ത നന്മകളാൽ ദൈവം നിന്നെ നിറയ്ക്കുവാൻ പോകുന്നു. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കും.